റിയ രാവിലെ ഈ ഗിഫ്റ്റ്സ് ഒക്കെ കാണുമ്പോ സന്തോഷം കൊണ്ട് മതി പറഞ്ഞു പോകും. ആ അതെ, വരൂ ലൈറ്റ് ഓഫ് ചെയ്യാം. വൗ, മറ്റൊരു ഗിഫ്റ്റ്. റിയ ഇന്ന് വളരെയധികം സന്തോഷവതിയായിരിക്കും. മമ്മി, പപ്പ, എന്താ സംഭവിച്ചത്? എന്റെ ഗിഫ്റ്റ്സ് മോഷണമോ? ഇതെങ്ങനെ? എന്റെ ഗിഫ്റ്റ്സ് എല്ലാം ശൂന്യമാണ്. എന്താ സാന്റ സമ്മാനങ്ങളൊക്കെ തിരികെ കൊണ്ടുപോയോ? നഗരത്തിന്റെ എല്ലാ കോണിൽ നിന്നും ഒരു ശബ്ദം മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഗിഫ്റ്റ്സ് ഒക്കെ എവിടെ പോയെന്ന്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കീ പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഫോഴ്സ് കൊണ്ട് ഓപ്പൺ ആകുന്നില്ലെങ്കിൽ അത് ലോജിക് കൊണ്ട് ഓപ്പൺ ആകും. മേരി ക്രിസ്മസ്. ആലിയ, ഇന്ന് ഡിറ്റക്റ്റീവ് സൊസൈറ്റി ഐക്യുവിനെ ഗിഫ്റ്റ് ഷോപ്പ് ആക്കി മാറ്റിയോ? സർ, ഞാൻ സാന്റ ആലിയാണ്. നോക്കൂ, ഞാൻ സ്ലമ്മിലെ കുട്ടികൾക്ക് എന്താ കൊണ്ടുവന്നതെന്ന്. വാം ബ്ലാങ്കറ്റ്സ്, ടോയ്സ്, പിന്നെ എന്റെ സ്പെഷ്യൽ ഡബിൾ ചീസ് സമൂസ ഗിഫ്റ്റ്സും. ലോജിക് കൊണ്ട് ബുദ്ധി പ്രവർത്തിക്കുന്നു, എന്നാൽ സമൂസ കൊണ്ട് മനസ്സ് സന്തോഷിക്കുന്നു. നിങ്ങൾക്കും ഒന്നെടുക്കട്ടെ സർ? നല്ല കാര്യം, സന്തോഷം അത് പങ്കുവയ്ക്കുന്നതിലൂടെ വർദ്ധിക്കുന്നു. അരെ, സൊസൈറ്റിയുടെ ലെറ്റർ. സർ, പെട്ടെന്ന് തുറക്കൂ. ഒരുപക്ഷെ ന്യൂസുകളിൽ ഇടം നേടിയ സാന്റാ തീഫിനെ കുറിച്ചായിരിക്കാം അത്. ഡിയർ ഡിറ്റക്റ്റീവ് മെഹുൽ, നഗരത്തിൽ സാന്റാ തീഫിന്റെ ഭീകരതയാണ്. പാറ്റേൺ സിമ്പിളാണ്. രാത്രി ഗേറ്റിൽ ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് ഡെലിവർ ആകുന്നു. രാവിലെ ആകുമ്പോഴേക്കും വീടും സേഫും കാലിയാകും. ഈ ട്രോജൻ ഗിഫ്റ്റിന്റെ മിസ്റ്ററി സോൾവ് ചെയ്യണം. കുട്ടികളുടെ സന്തോഷം തിരികെ കൊണ്ടുവരണം. അതെ, വിന്റർ സീസണിലെ കേസാണ്, എന്നാൽ വെറും 50 ഡിറ്റക്റ്റീവ് പോയിന്റ്സ്. ആലിയ, കേസ് ഈസ് മോർ ഇമ്പോർട്ടന്റ്. ലോജിക്കൽ ആർമി, കേസ് നമ്പർ 8, ദി സാന്റാ തീഫ്. നമ്മുടെ ടീം റെഡിയാണ്. ലോജിക്, ആക്ഷൻ ഓർ ടെക്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതിന് മുൻപ് എന്താ നിങ്ങൾ റെഡിയാണോ? പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് കൺഫേം ചെയ്യൂ. അതെ, നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഉറപ്പായും അമർത്തണം കേട്ടോ. ഡിറ്റക്റ്റീവ് മെഹുൽ, നമ്മൾ നശിച്ചു. അലമാരയിലെ കാശും ജ്വല്ലറിയും എല്ലാം അപ്രത്യക്ഷമാണ്. ഏറ്റവും ഭയാനകമായ കാര്യം അലാം പോലും അടിച്ചിട്ടില്ല എന്നതാണ്. സർ, ഞാൻ വീട് മുഴുവനും ചെക്ക് ചെയ്തു. ഒരു വാതിലും തകർത്തിട്ടില്ല, ഒരു ജനലും തകർത്തിട്ടില്ല. കള്ളൻ മിസ്റ്റർ ഇന്ത്യയാണെന്ന് തോന്നുന്നു. അവൻ അപ്രത്യക്ഷമായിട്ടാ വന്നത്. കള്ളൻ അപ്രത്യക്ഷനാകാം, എന്നാൽ ഗ്രാവിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല. അവന്റെ അടയാളം ഉറപ്പായും കാണും. ഇൻട്രസ്റ്റിംഗ്. ലോജിക്കൽ ആർമി, പസിൽ ടൈം. കള്ളൻ എങ്ങനെയാണ് ഓടിയതെന്ന് എനിക്ക് മനസ്സിലായി. എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നോക്കൂ, ഫുട് പ്രിന്റ്സ് ജനലിന് നേരെയാണ് പോകുന്നത്. ഇതിലൂടെയാണ് ഓടിയത്. എന്നാൽ ചോദ്യം ഇതാണ്, കള്ളൻ അകത്തേക്ക് എങ്ങനെയാണ് വന്നത്? വീട് മുഴുവൻ സെക്യൂർഡ് ആണ്. അതിനർത്ഥം കള്ളൻ ജനലിലൂടെ പുറത്തേക്ക് പോയി. അവൻ ജനലിലൂടെ അകത്തേക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ അവൻ ഏതിലൂടെയാണ് അകത്തേക്ക് വന്നത്? ഇതാണ് ലോജിക്. അവൻ പുറത്തു നിന്ന് അകത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ അതിനർത്ഥം അവൻ ആദ്യമേ തന്നെ വീടിനകത്തുണ്ടായിരുന്നു. അകത്തുണ്ടായിരുന്നു? ഇമ്പോസിബിൾ. നമ്മുടെ മുഴുവൻ സെർവൻസും മെയ്ഡ്സും ക്രിസ്മസ് അവധിക്ക് പോയിരിക്കുകയായിരുന്നു. വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെർവൻസ് ഇല്ലായിരുന്നുവെങ്കിൽ വേറെ ആരോ ഉണ്ടായിരുന്നു. അയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു. മിസ്റ്റർ ശർമ്മ, ഈ വലിയ ഗിഫ്റ്റ് ബോക്സ് ഇതെവിടെ നിന്നാ വന്നത്? അത് ഇന്നലെ രാത്രി ഗേറ്റിൽ നിന്നാ കിട്ടിയത്. നമ്മൾ വിചാരിച്ചു സാന്റ അയച്ചതാണെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ് സർപ്രൈസ് തന്നതാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ വീടിനകത്തേക്ക് കൊണ്ടുവന്നത്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ആലിയ, മറ്റുള്ള വിക്ടിംസിന്റെ വീട്ടിലേക്ക് പോകാം. ഡിറ്റക്റ്റീവ്, എന്റെ ഡയമണ്ട് നെക്ലേസ്, ക്യാഷ് എല്ലാം പോയി. ഗേറ്റ് കീപ്പർ പറയുന്നത് ഒരു വണ്ടിയും അകത്തേക്ക് വന്നിട്ടില്ല എന്നാണ്. മിസ്സിസ് വർമ്മ, ഈ ബോക്സ് ഗേറ്റിൽ നിന്നാണോ കിട്ടിയത്? അതെ, ഇന്നലെ രാത്രി നമ്മൾ വിചാരിച്ചത് സാന്റ സർപ്രൈസ് നൽകിയെന്നാണ്. നമ്മൾ ഇതിനെ അകത്തേക്കും കൊണ്ടുവന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ലോജിക്കൽ ആർമി, ഈ 2 സീൻസ് മോഷണത്തിന് മുൻപുള്ളതും ശേഷവും ഉള്ളതാണ്. ഇത് നോക്കിയിട്ട് എന്നോട് പറയൂ, എത്ര വസ്തുക്കളാണ് വീട്ടിൽ നിന്ന് മോഷണം പോയതെന്ന്. ഈ 3 വസ്തുക്കൾ ഇവിടെയുണ്ട്, എന്നാൽ മോഷണം നടന്ന സീനിലില്ല. ഇത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ലോജിക്കൽ ആർമി, ഫുഡ് സ്റ്റെപ്സ് നോക്കൂ. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഈ ഫുഡ് സ്റ്റെപ്സ് എക്സാക്ട്ലി ആദ്യത്തെ വീട്ടിലുണ്ടായിരുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഇവ എന്താണ് ഇത്രയും ചെറുതായിരിക്കുന്നത്? അവ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് മാത്രമാണ്. കൂടാതെ 2 വീട്ടിലും സെയിം ഗിഫ്റ്റ് ബോക്സും ഉണ്ട്.
അപ്പോഴേക്കും മെഹുലിന് മോഷണം നടന്ന ബാക്കി 3 വീടുകളിൽ നിന്നുള്ള പിക്ചേഴ്സും വരുന്നു. ആലിയ, ഇത് നോക്കൂ. മോഷണത്തിന്റെ എല്ലാ സീനിലും അതേ ഫുഡ് സ്റ്റെപ്സ്, എല്ലാ വീട്ടിലും ഒരടയാളവുമാണ്. എന്ത് മനസ്സിലായി ആലിയ നിനക്ക്? ലോജിക്കൽ ആർമി, എനിക്ക് മനസ്സിലായി. എന്താ, നിങ്ങൾക്ക് മനസ്സിലായോ? ഏതോ ചെറിയ കള്ളനാണ്, കുറച്ച് ഹൈറ്റുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടി. അതൊരു ഗിഫ്റ്റ് ബോക്സിൽ പാക്ക് ചെയ്താ വരുന്നത്. പിന്നീട് രാത്രിയിൽ അത് പെട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി മോഷ്ടിച്ചിട്ട് ഓടിപ്പോകുന്നു. വളരെ സ്മാർട്ടായ കള്ളനാണല്ലോ. സോണിയ, ദി സീക്രട്ട് ഇൻഫർമേഷൻ ഏജന്റ്. അവൾ നമുക്ക് പറഞ്ഞു തരും ഈ കസ്റ്റം ബോക്സസ് എവിടെയാ ഉണ്ടാക്കുന്നതെന്ന്. ഡിറ്റക്റ്റീവ് മെഹുൽ, നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് എനിക്ക് വിവരം കിട്ടിയിരുന്നു. സോണിയ, നമുക്ക് ആ റാപ്പിംഗ് പേപ്പറിന്റെയും ബോക്സിന്റെയും ഉറവിടം വേണം. അതൊരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നതാണെന്ന് തോന്നുന്നില്ല. പറഞ്ഞത് ശരിയാണ്. ഈ റാപ്പിംഗ് പേപ്പറുകൾ നോർത്ത് സ്റ്റാർ പേപ്പർ മില്ലിലേതാണ്. അത് കഴിഞ്ഞ വർഷം പൂട്ടി. എന്നാൽ എന്റെ നെറ്റ്വർക്ക് അനുസരിച്ച് കഴിഞ്ഞ ആഴ്ച അവിടെ എന്തോ സസ്പീഷ്യസ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. ഒരു പഴയ എംപ്ലോയി ചോട്ടു നട്വർലാലിനെ അവിടെ കണ്ടിരുന്നു. അയാളൊരു സർക്കസ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ചെറിയ ഇടങ്ങളിൽ ഫിറ്റാവുന്നതിൽ പ്രശസ്തനായ വ്യക്തി. സർക്കസ് ആർട്ടിസ്റ്റ്? അതുകൊണ്ടാ അവൻ ഇത്രയും ഫ്ലെക്സിബിളും ബോക്സിൽ ഫിറ്റ് ആവുന്നതും. താങ്ക്സ് സോണിയ. ഒരു കാര്യം കൂടി ഡിറ്റക്റ്റീവ്, അവൻ ഇന്ന് രാത്രി ഒരു വലിയ ഡെലിവറി പ്ലാൻ ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ കോഡ് ഞാൻ അയച്ചിട്ടുണ്ട്. ഗുഡ് ലക്ക്. ലൊക്കേഷൻ കോഡ്? ലോജിക്കൽ ആർമി, സോണിയ ലൊക്കേഷൻ ഒരു റെഡിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ ഇങ്ങനെയുള്ള സ്ഥലമാണ്. അവിടെ സിംഹങ്ങളുണ്ട്, പക്ഷെ അവ ഓടുന്നില്ല. കാറുകളുണ്ട്, പക്ഷെ അവ അനങ്ങുന്നില്ല. പട്ടാളക്കാരുണ്ട്, പക്ഷെ അവർ യുദ്ധം ചെയ്യുന്നില്ല. പറയൂ, ഞാൻ ആരാണ്? സിംഹം, കാർസ്, സോൾജിയർ. ഇവ ഒറിജിനൽ അല്ല, വ്യാജമായ. ഇവയെല്ലാം എവിടെയാണ് ഉണ്ടാവുക? ടോയ്സ്, കളിപ്പാട്ടം. അതിനർത്ഥം അവരുടെ ഹൈഡ് ഔട്ട് ഏതെങ്കിലും ടോയ് ഫാക്ടറി ആയിരിക്കും. ടോയ് ഫാക്ടറിയിലേക്ക് പോകാം സർ. നാഗ്പൂരിൽ വലിയ 5 ടോയ് ഫാക്ടറികളുണ്ട്. നമുക്ക് അവയെല്ലാം ചെക്ക് ചെയ്യാം. ഇവിടെ 6 മാസമായി ആരും വരുന്നില്ല. സർ, നമ്മൾ 5 ഫാക്ടറിയും ചെക്ക് ചെയ്തു. ഒരിടത്തും ഒരു ആക്ടിവിറ്റിയും ഇല്ല. എന്താ, സോണിയുടെ ഇൻഫർമേഷൻ തെറ്റിപ്പോയോ? സോണിയുടെ ഇൻഫർമേഷൻ തെറ്റാകില്ല. നമ്മൾ റെഡിൽ ശരിയായിട്ടാ സോൾവ് ചെയ്തതും. ടോയ് ഫാക്ടറി. ഒരുപക്ഷെ അത് ഏത് ഫാക്ടറിയാണെന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്ക് തെറ്റുപറ്റിയിരിക്കാം. എന്നാൽ സർ, ഒരു കാര്യം, ലിസ്റ്റിൽ ഈ 5 ഫാക്ടറികളാണ് ഉണ്ടായിരുന്നത്. ഒരു ഫാക്ടറിയും ഇനി ബാക്കിയില്ല. ഹായ് സോയ, മെരി ക്രിസ്മസ്. നിന്റെ സ്പെഷ്യൽ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? ഈ കുട്ടികളുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ യഥാർത്ഥ ക്രിസ്മസ് ഇതാണെന്ന് തോന്നിപ്പോകുന്നു. എന്നാൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായും തോന്നുന്നു. എന്താ, കേസ് സോൾവ് ആയില്ലേ? ഏയ്, അതിനെ കുറിച്ചൊന്നും ചോദിക്കരുതേ. നമ്മൾ നഗരത്തിലെ 5 വലിയ ഫാക്ടറികളും ചെക്ക് ചെയ്തു. പ്രോബ്ലം ലൊക്കേഷന്റേതാണ് സോയ. ക്ലൂ വളരെ കറക്റ്റ് ആയിരുന്നു. മെറ്റീരിയൽ നോർത്ത് സ്റ്റാർ പേപ്പർ മില്ലിൽ നിന്നാണ് വരുന്നത്. പാസിലിന്റെ ആൻസർ ടോയ് ഫാക്ടറിയുമായിരുന്നു. എന്നാൽ ആക്റ്റീവ് ഫാക്ടറീസിൽ ഒരു കള്ളനുമില്ല. ഒരുപക്ഷെ കള്ളൻ ക്ലോസ് ആയ ഫാക്ടറിയിലാണെങ്കിലോ? ക്ലോസ് ഫാക്ടറി, ഓഫ് കോഴ്സ്. ആലിയ, ഓർത്തെടുക്കൂ. സോണിയ എന്താ പറഞ്ഞതെന്ന്. റാപ്പിംഗ് പേപ്പർ നോർത്ത് സ്റ്റാർ മില്ലിൽ നിന്നാണ് വരുന്നത്. അതെ, പിന്നെ ഞാൻ മാപ്പിൽ നോക്കുകയാണെങ്കിൽ നോർത്ത് സ്റ്റാർ മില്ലിന്റെ പുറകിലെ ഗേറ്റിനടുത്ത് ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്. അത് ജോളി വുഡൻ ടോയ്സ് ആയിരുന്നു. അത് 5 വർഷം മുൻപ് ക്ലോസ് ചെയ്തതുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആക്റ്റീവ് ലിസ്റ്റിൽ ഇതില്ലാതിരുന്നത്. ഓ, ബാൻഡ് ഫാക്ടറി മീൻസ് ഒരു സെക്യൂരിറ്റിയും ഇല്ല, ഒരു വർക്കേഴ്സും ഇല്ല. പെർഫെക്റ്റ് ഹൈഡ് ഔട്ട്. എക്സാക്ട്ലി. പേപ്പർ മിൽ അടുത്തുള്ളത് കൊണ്ട് തന്നെ റാപ്പിംഗ് പേപ്പർ കൊണ്ടുവരുന്നത് വളരെ എളുപ്പമാണ്. അടച്ചിട്ട ഫാക്ടറിയിൽ ശബ്ദങ്ങളുണ്ടായാൽ ആരും തന്നെ സംശയിക്കില്ല. പഴയ കാര്യങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു സർ. അവിടെയാ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത്. ബ്രില്യൻ ലോജിക് സോയ. നിന്റെ പഴയ ഫാക്ടറി തിയറി നമുക്ക് ശരിയായ വഴി കാണിച്ചു തന്നു. താങ്ക്സ് സോയ, എന്റെ ജൂനിയർ ഡിറ്റക്റ്റീവ്. നീ സമ്മാനങ്ങൾ വിതരണം ചെയ്യ്. നമ്മൾ കള്ളനെ പിടിച്ചിട്ട് വരാം. ബബൻ, ഇന്ന് രാത്രിയിലെ മോഷണം മാസ്റ്റർ പീസ് ആയിരിക്കണം. ബോസ്, എന്നാൽ എനിക്കിപ്പോഴും പേടിയാവുന്നുണ്ട്. നിങ്ങൾ ആ പെട്ടിയിൽ ശ്വാസം മുട്ടി മരിച്ചാലോ? ഞാൻ പോലീസിനോട് എന്ത് സമാധാനം പറയും? എന്റെ ബോസ് ഗിഫ്റ്റിൽ എക്സ്പയർ ആയെന്നോ? അരെ ബബൻ, ഇത് ട്രോജൻ ഹോഴ്സ് ടെക്നിക്കാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കിൽ ഇത് ഉപയോഗിച്ചിരുന്നു. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നു. എന്റെ പ്രോസസ് നോക്കൂ. വൗ, ഇത്രയും വലിയ ഗിഫ്റ്റ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സെക്യൂരിറ്റി സിസ്റ്റമാണ് അത്യാഗ്രഹം, ഗ്രീഡ്. ഗിഫ്റ്റ് കാണുമ്പോൾ തന്നെ ആളുകൾ സ്വയം വാതിൽ തുറക്കും. നോ ലോക്ക് പിക്കിംഗ് നീഡഡ്. എനിക്ക് എല്ലാവരും ഉറങ്ങാൻ കാത്തിരിക്കുകയേ വേണ്ടൂ.
ചിലപ്പോഴൊക്കെ എന്റെ കാലുകൾ തളരും യാർ. സാധനങ്ങൾ അകത്തും സാന്റ പുറത്തും. വിൻഡോയിലൂടെ ജംപ്. മിഷൻ കംപ്ലീറ്റ്. വാ ബോസ്, താങ്കൾ ഒരു സയന്റിസ്റ്റായി മാറി. സയന്റിസ്റ്റ് അല്ലടോ, ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. വരൂ, ഇപ്പോൾ ടൈം ആയിരിക്കുന്നു. ബബൻ, ഈ ബോക്സ് നല്ലതുപോലെ സീൽ ചെയ്യണം. വായു സഞ്ചാരം ഉണ്ടായിരിക്കണം, പക്ഷേ വെളിച്ചം പാടില്ല. പിന്നെ ഓർക്കുക, കറക്റ്റ് 3 മണിക്ക് മേയറുടെ വീടിന്റെ പുറകിൽ കാണണം. ഡൺ ബോസ്. നിങ്ങൾ അകത്ത് പോകൂ, ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാം. ഹാപ്പി ജേർണി ടു മീ. ഗുഡ് നൈറ്റ് ബോസ്. സമ്പന്നരായിട്ട് രാവിലെ കാണാം. മമ്മി, ഫോക്കസ്. ഇത് നോക്കൂ, കൺവെയർ ബെൽറ്റ് ഇപ്പോഴും ചൂടാണ്. അതിനർത്ഥം കുറച്ചു മുൻപ് ഇവിടെ എന്തോ പണി നടക്കുകയായിരുന്നുവെന്നാണ്. അവർ പാക്കിംഗ് ഇവിടെയാ ചെയ്തത്. നോക്കൂ, ഒരു വലിയ ബോക്സ് ഇവിടെ നിന്നും മിസ്സിംഗ് ആണ്. അതിനർത്ഥം ഡെലിവറി ഇവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. കള്ളൻ വളരെ മിടുക്കനാണ്. അവൻ തന്റെ ടാർഗറ്റിന്റെ പേര് നേരിട്ട് എഴുതിയിട്ടില്ല. പകരം ഫാക്ടറിയിലെ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരു പസിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ആരെങ്കിലും അത് കണ്ടാൽ അവർക്ക് അത് മനസ്സിലാകുകയുമില്ല. പസിൽ. ഇനി നമ്മൾ കള്ളനുമായി ഗെയിം കളിക്കുമോ? നമ്മൾ കളിക്കേണ്ടി വരുമാലിയ. എന്തെന്നാൽ ഇതിലാണ് അടുത്ത ടാർഗറ്റിന്റെ അഡ്രസ്. ലോജിക്കൽ ആർമി, ഈ പസിലിന്റെ സെന്റർ പീസ് മിസ്സിംഗ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്, ABCD. നല്ലതുപോലെ ചിന്തിക്ക്. എന്നിട്ട് എന്നോട് പറയൂ, ഏത് പീസാണ് ഈ 6 പസിലിൽ സെറ്റ് ആകുന്നതെന്ന്. സർ, എനിക്ക് പീസ് C ആണെന്ന് തോന്നുന്നു. ഇത് മേയറുടെ ഹൗസ് ആണ്. ഇതിനർത്ഥം കള്ളൻ ഒരു വലിയ കൊള്ള ആസൂത്രണം ചെയ്യുന്നുവെന്നാണ്. സർ, അവിടെ മോഷണം നടക്കുകയാണെങ്കിൽ എന്റെ മുഴുവൻ ഡിറ്റക്റ്റീവ് IQ പോയിന്റ്സും നഷ്ടമാകും. പെട്ടെന്ന് പോകാം അവിടേക്ക്. ആലിയ, ഡോണ്ട് വറി. ഇത്തവണ കള്ളൻ രക്ഷപ്പെടില്ല. മേരി ക്രിസ്മസ്. മേയർ സാഹിബിന് സീക്രട്ട് സാന്റയിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഇത്രയും രാത്രിയിലോ? അരെ സർ, സാന്റ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയി. ഇവിടെ സൈൻ ചെയ്യൂ. ഇത്രയും ഹെവിയോ? അതൊക്കെ അകത്തൊരു ഫ്രജൈൽ ജീനിയസ് ഇരിപ്പുണ്ട്. ഔച്ച്, എന്റെ മൂക്കേ. മേയറുടെ വീട്ടിൽ എത്തിക്കോട്ടെ. ഇവന്മാർക്കിട്ടൊരു പണിയുണ്ട്. ശരി, ഇവിടെ വയ്ക്കാം. രാവിലെ മേയർ സാബ് തന്നെ തുറക്കും. മിഷൻ മേയർ സക്സസ്ഫുൾ. മേയറുടെ കയ്യിൽ ഗോൾഡൻ സ്പൂൺ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി കേക്ക് ഗോൾഡൻ സ്പൂൺ കൊണ്ട് തന്നെ കഴിക്കാം. ഇനി 30 മിനിറ്റ് കൂടി, പിന്നെ ജാക്ക്പോട്ട് സമയം. നിൽക്കൂ, നിൽക്കൂ. നിങ്ങൾ ആരാണ്? ഡിറ്റക്റ്റീവ് മെഹുൽ. ശബ്ദമുണ്ടാക്കരുത്. നിങ്ങളുടെ മേയർ സാഹിബിന്റെ വീടിനകത്ത് ഒരു സാന്റ കയറിയിരിക്കുന്നു. നമ്മൾ അവനെ ചിമ്മിനിയിലൂടെയല്ല, വാതിലൂടെ എടുത്ത് പുറത്തിടും. അകത്തേക്ക് ആരും തന്നെ പോയിട്ടില്ല. നിങ്ങൾ അകത്ത് വെച്ച പെട്ടിക്കുള്ളിലാ കുഴപ്പം. ഗേറ്റ് ലോക്ക് ചെയ്യുക. ആരും പുറത്തേക്ക് പോകുവാൻ പാടില്ല. സർ, കാത്തിരുന്ന് എന്റെ കാല് മരവിച്ചു പോയി. എന്താ, അവൻ അകത്തിരുന്ന് ഉറങ്ങിപ്പോയോ? വെയിറ്റ് ആലിയ, കള്ളന്റെ ടൈമായി. സമ്പത്തിന്റെ മണം. മേയർ സാബ് ഉറങ്ങുകയാണ്. സ്വർണം ഉണരാൻ പോവുകയാണ്. ഈ വാച്ച് എന്റെ മമ്മിക്ക് വേണ്ടി, ഈ വാച്ച് എനിക്ക് വേണ്ടി. മമ്മിക്ക് വേണ്ടി വാച്ച് ഓക്കെയാണ്, എന്നാൽ ജയിലിൽ ഫ്ലവേഴ്സ് അലോ ചെയ്യില്ല. നിങ്ങൾ ആരാണ്? ഞാനിവിടെ ഡെലിവറി ചെക്ക് ചെയ്യായിരുന്നു. അതെയോ, ഞങ്ങൾ ക്വാളിറ്റി കൺട്രോളിൽ നിന്നാ. നിന്റെ പ്രോഡക്റ്റ് ഡിറ്റക്റ്റീവ് ആണ്. അവൻ വണ്ടി കൊണ്ടുവരൂ. ഹേയ്, അത് ആന്റിക്കാടോ. പാക്കിംഗ് കംപ്ലീറ്റ് സർ. റിട്ടേൺ ടു സെൻഡർ.
എന്നെ വിടൂ, എനിക്ക് ശ്വാസം മുട്ടുന്നു. എനിക്ക് ഗിഫ്റ്റ് ആവണ്ട. ഡോൺ വറി, പോലീസ് സ്റ്റേഷനിൽ വായു സഞ്ചാരമുള്ള മുറികളുണ്ട്. നിങ്ങൾ എന്റെ ക്രിസ്മസ് രക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാ നന്ദി പറയുക? സർ, സിറ്റിയിലെ എല്ലാ അനാഥാലയത്തിലേക്കും ഗിഫ്റ്റ് ഏർപ്പാടാക്കൂ. യഥാർത്ഥ സാന്റയുടെ കണക്കായി. അത് തീർച്ചയായും ചെയ്യാം. സർ, ഇത്തവണയും എനിക്ക് 50 ഡിറ്റക്റ്റീവ് IQ പോയിന്റ്സ്. നോ, ഇത്തവണ only 20 IQ പോയിന്റ്സ്. വൈ സർ? എന്തെന്നാൽ 5 സോയയുടേതാണ്. എന്താ ശരിയല്ലേ ലോജിക്കൽ ആർമി? കമന്റ്സിലൂടെ നിങ്ങൾ പറയും.